സാജു എഴുതിയിട്ടുണ്ട്. ഇവിടുന്നാണ്. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ബാംഗ്ലൂരിലാണ്. ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമാണ്. എൻ്റെ ഒരു ചെറിയ അനുഭവം പറയട്ടെ. ഭഗവാൻ കൂടെയുണ്ട് എന്ന് തെളിയിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. എൻ്റെ ബ്രദറിന് ജോലി സ്ഥലത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടോ. തിങ്കളാഴ്ച വൈകുന്നേരം എന്നോട് പറഞ്ഞു, സങ്കടപ്പെട്ടു. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ബ്രദർ നല്ല ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. അവരുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരണേ ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞുട്ടോ. ഭഗവാൻ എൻ്റെ വിളി കേട്ടു. ഇന്നലെ രാത്രി ബ്രദർ വിളിച്ചു, പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞു. നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിന് നന്ദി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സാർ ഇതൊന്ന് വായിക്കണേ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്താ കഥ? അങ്ങനെയാണല്ലേ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലുള്ളവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. അത്രയും ആളുകൾ പ്രാർത്ഥിക്കുമ്പം എന്താ കഥ? അത്രയും ശക്തി ഉണ്ടാവില്ലേ? ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി ഗ്രൂപ്പിനെ കുറിച്ച് അറിയാലോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കഴിയുന്നതും അനുഭവം അയക്കുന്നത് നിർത്തിവെക്കുക. അത്യാവശ്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം അയക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അനുഭവം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വേറെ എന്താ പറയാൻ? വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.